ഹലോ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ ആജ്ഞാചക്രയെക്കുറിച്ചാണ്. ഇവിടെ ഭ്രൂമധ്യ കേന്ദ്രത്തിൽ വളരെ സവിശേഷമായ വൈറ്റൽ എനർജി പോയിൻ്റാണിത്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കത് ഓർമ്മയുണ്ട്. വിരൽ കുട്ടികൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഉപദ്രവിക്കാനൊക്കെ നമ്മുടെ നെറ്റിയുടെ നേരെ ചൂണ്ടി പിടിക്കുമ്പോൾ നമ്മളാകെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് ഒരു തരം എനർജി പ്രൊജക്ഷനാണ് ആ നേരത്തെ നടന്നത്. എന്താണെന്ന് നമുക്ക് അറിയുമായിരുന്നില്ല. ഈ ആജ്ഞാചക്രയുടെ പ്രത്യേകമായിട്ടുള്ള ഫിസിക്കൽ ഫങ്ഷൻ, ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് എൻറ്റയർ ഇൻസൈഡ് ഓഫ് ദ ഹെഡ് ആൻഡ് ചെവി, മൂക്ക്, കണ്ണ്, നാക്ക് പോലെയുള്ള ഭാഗങ്ങളിലേക്ക് വേണ്ട ഊർജ്ജത്തെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അവിടെ ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്ത് കളയാനും, അത് നമ്മളറിയാതെ തന്നെ പല അസുഖങ്ങളും നമ്മുടെ ഉള്ളിൽ വന്ന് പോകുന്നുണ്ട്, അതിനെ അത് റിജക്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കണ്ണ്, മൂക്ക്, ചെവി പോലെയുള്ള ഇൻറ്റേർണൽ പാർട്സ് ഓഫ് ബീയിങ്സ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ആജ്ഞാചക്രയുടെ ദൗത്യം. അങ്ങനെ ആജ്ഞാചക്രയുടെ വേറെ ഒരു ദൗത്യമാണ് അതിൻ്റെ വിൽ ആസ്പെക്റ്റ്. നമുക്ക് നമ്മുടെ ലീഡർ ചക്ര എന്നാണ് അതിനെ അറിയപ്പെടുക. കാരണം അത് നമ്മുടെ എല്ലാ ചക്രകളുടെയും ശരീരത്തിലുള്ള മർമ്മക്ഷേത്രങ്ങളുടെയും ലീഡർ സ്ഥാനത്താണ് നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ട മാർഗനിർദ്ദേശം പോലും കൊടുക്കാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പോൾ ആജ്ഞാചക്ര പ്രത്യേകിച്ച് നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡ് ബ്രെയിനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒട്ടനവധി ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് സാധാരണ ചില ആളുകൾക്കൊക്കെ ആരും എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞാൽ അനുസരിക്കില്ല, അല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കില്ല, ടീച്ചേഴ്സ് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കാതിരിക്കുക, അങ്ങനെ പരാതി പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കീഴ് ഉദ്യോഗസ്ഥർ പറയുന്നതൊന്നും അനുസരിക്കില്ല, പറയുന്നതിനൊരു വിലക്കെടുക്കില്ല, അങ്ങനെ അവർ ദുർബലപ്പെട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇതിൻ്റെയൊക്കെ കാരണം ആ ചക്ര അവിടെ സൈലൻ്റായിട്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണില്ല എന്നുള്ളതാണ്. അത് ഡിപ്ലീറ്റഡ് സ്റ്റേജിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അണ്ടർ ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു വിൽ ആസ്പെക്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളൊരു തത്വത്തിനും നീതിക്കും അതുപോലെ തന്നെ സത്യത്തിനും ശരിക്കും ഒക്കെ വേണ്ടി ഒരു പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് നമ്മുടെ ഉള്ളിൽ കൃത്യമായി ഉണ്ടാവേണ്ടതിന് ഈ ചക്ര കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വിൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവർ ഇല്ലാതെ ആവുന്നതിന് കാരണം ഈ ചക്ര തന്നെയാണ്. കുട്ടികളോട് ബഹളം വയ്ക്കാതിരിക്കാൻ ടീച്ചർ വടിക്കെടുത്ത് ബഹളം വെച്ചാലും കുട്ടികൾ സൈലൻ്റ് ആവാത്തത് അവരുടെ ചക്ര ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ വീട്ടിലായാലും അത് ചിലപ്പോൾ നമ്മൾ പറയണത് അനുസരിക്കില്ല. അപ്പോൾ നമ്മൾ ഡിപ്ലീറ്റഡ് പൊസിഷനിൽ നമ്മുടെ ചക്ര ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഇനി ജോലി സ്ഥലങ്ങളിൽ വലിയ ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാലും ബഹളം വെച്ചാലും അവർ ചെയ്യുന്ന താളത്തിൽ നിന്നൊന്നും കൂടുതലായിട്ട് അവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം പക്ഷേ മറിച്ച് വേറൊരു അതേ സ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നത് കാണാം. കാരണം ഒരു എനർജി വൈബ്രേഷൻ, ഒരു വൈബ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് ആജ്ഞ പറയുന്ന ആളുകൾ വരുമ്പോൾ തന്നെ അവർ വളരെ സൈലൻ്റായിട്ട് വന്നാൽ പോലും ബഹളമൊന്നും വയ്ക്കാതെ തന്നെ വന്നാൽ പോലും അവരുടെ എനർജി, ഈ ആജ്ഞാശക്തി ആജ്ഞാചക്രയിൽ നിന്നും പുറത്തേക്ക് വരികയും ബാക്കിയുള്ളവരത് അനുസരിക്കാൻ, അങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യൻസ് ആയാലും ഉയർന്ന തലത്തിലുള്ള ആളുകളെ പറഞ്ഞ് ഇരുത്താനും ഒരു കാര്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ഇരുത്താനൊക്കെ ഈ ശക്തി തരുന്നത് ഈ ആജ്ഞാചക്രയാണ്. വളരെ അതിവിശിഷ്ടമായ ഒരു മർമ്മക്ഷേത്രമാണ്, അല്ലെങ്കിൽ വൈറ്റൽ എനർജി സെൻറ്റേഴ്സാണ്. അത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് പ്രകൃതിയിലെ കോസ്മിക് എനർജിയെ ധാരാളം അബ്സോർബ് ചെയ്യുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾക്കൊക്കെ വേണ്ടി വിതരണം ചെയ്യുകയും അതിനുശേഷം അവിടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഉപയോഗശൂന്യമായതും ഇനി എന്തെങ്കിലും രോഗകരമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കണ്ണിന്, മൂക്ക്, ചെവി പോലെയുള്ള അവയവങ്ങൾക്ക്, നാവ്, ആ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മലിനമായ ഊർജ്ജങ്ങൾ വന്നാൽ അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആജ്ഞാചക്രയുടെ ദൗത്യം. അതുപോലെ തന്നെ ശുദ്ധമായ ഊർജ്ജത്തെ സ്വീകരിച്ച് നമ്മളുടെ ബ്രെയിൻ സിസ്റ്റത്തെയും നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ അവയവങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. വളരെ വിശിഷ്ടമായ ഒരു ചക്രയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒക്കെ അടുത്ത കാര്യങ്ങളിൽ ഞാൻ ഈ ചക്രയെക്കുറിച്ച് കുറേ കൂടെയൊക്കെ വിശദമായിട്ട് വേറൊരു സന്ദർഭത്തിൽ കുറേ അധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ പറയാൻ സമയം അനുവദിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയിൽ അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്തേ.